കള്ളപ്പണം വേറെ രീതിയിൽ വെളുപ്പിക്കുക, കൈക്കൂലി വാങ്ങി ഈ രീതിയിൽ ഫ്ലാറ്റുകൾ വാങ്ങുക, അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഈ സമൂഹത്തിനെ മുഴുവൻ പറ്റിച്ചിട്ട് അത് ഇരട്ടി വിലക്ക് വിൽക്കുന്നതായി റെക്കോർഡ് ഉണ്ടാക്കുകയല്ല, ഒഫീഷ്യലി അങ്ങനെ ചെയ്യുക. എന്നിട്ട് 10-32 ലക്ഷം രൂപ. ഇങ്ങനെ എത്ര ഡീല് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇതിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇനി വേറൊരു കാര്യം നിങ്ങൾ ഇതിൽ പരിശോധിക്കണം. നമ്മൾ സാധാരണ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ വാങ്ങുകയും വെക്കുകയും അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമുക്കൊക്കെ അറിയാലോ, ഒരാധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടേണ്ടത് മിനിമം 15 ദിവസം. നമ്മൾ തത്കാലിക എമർജൻസി ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സിസ്റ്റം ഉണ്ട്, 3-4 ദിവസം കൊണ്ട് കിട്ടും. ഇനി 3-4 ദിവസം കൊണ്ട് കിട്ടിയാൽ തന്നെ ഈ പ്രോപ്പർട്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വില്ലേജ് ഓഫീസിൽ പോകണം. ഇത് എന്താ പറയുക, ഓണർഷിപ്പ് മാറ്റണം, അത് കഴിഞ്ഞ് നികുതി അടക്കണം, അത് കഴിഞ്ഞ് പൊസഷൻ എടുക്കണം, പിന്നെ അത് തണ്ടപ്പേരിലേക്ക് മാറ്റി തണ്ടപ്പേര് രജിസ്ട്രേഷൻ ആക്കണം. ഈ എല്ലാ പ്രവൃത്തിയും കൂടി നല്ല അത്യാവശ്യം സ്വാധീനമുള്ള ഒരാൾ മെനക്കെട്ടാൽ തന്നെ 15 ദിവസം വേണം നോർമൽ കോഴ്സിൽ. ഈ 10 ദിവസത്തിൻ്റെ ഇടയിൽ 2 ശനി ഞായറും വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണിത് നടക്കുന്നത്? ഇനി ഇതിൽ വേറൊരു കാര്യം, ഭീകരമായ തട്ടിപ്പ്, ടാക്സ് തട്ടിപ്പ് ഇത് നടന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിയാൽ 2020 വരെ ആ നിയമം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ നമ്മളെ വിട്ടുപിരിഞ്ഞ മാണി സാറ് ഫൈനാൻസ് മിനിസ്റ്റർ ആകുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു നിയമം ഉണ്ടായിരുന്നു 2013-2014. ആ നിയമം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങി 90 ദിവസത്തിൻ്റെ അകം അത് തിരിച്ച് മറ്റൊരാൾക്ക് വിറ്റ് രജിസ്റ്റർ ചെയ്താൽ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ഇരട്ടി അടക്കണം. 2020 വരെ നിയമം ഉണ്ടായിരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഡ്യൂട്ടി മാത്രമല്ല, ഫീസും ഇരട്ടി അടക്കണം. ഇവിടെ 33,80,000 വാങ്ങുമ്പോൾ അദ്ദേഹം അടച്ച ഫീസ് 2,03,500 അത് ഏകദേശം 6% വരുന്നുണ്ട്. അതിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുള്ളൂ, അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം ഇത് വെക്കുമ്പം 65 ലക്ഷത്തിന് ഇത് വിൽക്കുമ്പോൾ 4,07,000 രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ടുള്ളത്. അതും ഏകദേശം കുഴപ്പമില്ല. പക്ഷേ ഈ 4,07,000 പകരം ഈ 2016 ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ നാട്ടിൽ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് നിയമം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടി അടക്കണം. എന്ന് പറഞ്ഞാൽ 8,14,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കണം, പ്ലസ് അതിൻ്റെ ഫീസും ഇരട്ടി അടക്കണം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പവർ, അധികാര ദുർവിനിയോഗം, കുറ്റകരമായ ജയിൽ ശിക്ഷ അടക്കം കിട്ടാവുന്ന കാര്യം അദ്ദേഹം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അദ്ദേഹത്തെ ഭയപ്പെട്ടിട്ടാണ് ആ നിയമത്തെ മറച്ചു വെച്ചിട്ട് രജിസ്ട്രേഷൻ അതോറിറ്റി ഇതിന് തയ്യാറായിട്ടുണ്ടാവുക. കാരണം നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, കൈക്കൂലിയോ സന്തോഷപ്പണോ ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് എവിടെ? രജിസ്ട്രേഷൻ അതോറിറ്റി. ഏത് രജിസ്ട്രേഷൻ ചെയ്താലും സന്തോഷത്തിലെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് പോരും. അത് മലയാളികളുടെ ഒരു ശീലം കൂടിയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എപ്പോഴും ഭയപ്പാടിലാണ്. അഴിമതിയുടെ നിയമത്തിൻ്റെ മുന്നിൽ ഏത് സമയത്തും അവർ പിടിക്കപ്പെടാം. IGയെ പോലെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നത് പറയുമ്പം ഇത് ചെയ്തു കൊടുക്കല്ലാതെ അവർക്ക് യാതൊരു നിവൃത്തിയില്ല. ഒരു പക്ഷേ ചിലതൊക്കെ അവരങ്ങനെ എന്താ പറയുക, മാനിപ്പുലേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇത് കുറേ കാലം കഴിഞ്ഞിട്ട് ഓഡിറ്റ് നടക്കുന്ന സമയത്ത് കണ്ടെത്തിയിട്ട് ഇങ്ങനെ അപ്പോഴായിരിക്കും നോട്ടീസ് വരിക. അപ്പം ആ സമയത്തിന് ഇതിനെ മറികടന്ന് പോകാൻ പറ്റും. അങ്ങനെ ഈ ഡോക്യുമെൻ്റ് പ്രകാരം രജിസ്ട്രേഷൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മാത്രം 4,07,000 രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. അത് ഈ അധികാര ദുർവിനിയോഗത്തിൽ വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ 10 ദിവസം കൊണ്ട് ഈ ഡോക്യുമെന്റേഷനൊക്കെ നടത്തിയിരിക്കണമെങ്കിൽ അവിടെ അധികാര ദുർവിനിയോഗമുണ്ട്.
ഇത് വിജിലൻസ് അന്വേഷിക്കേണ്ടതാണ്.